അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ഞാൻ പായിശ്ര നവാസ. ഹക്കീം പഴയന്നൂർ, നിന്റെ ജീവൻ അപകടത്തിലാണ്. ഹക്കീം പഴയന്നൂർ, ഒരു 3 മിനിറ്റുള്ള ഈ വീഡിയോ ശ്രദ്ധിക്കണം. പൊതുസമൂഹം ഈ വീഡിയോ ശ്രദ്ധിക്കണം. ഹക്കീം പഴയന്നൂർ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഹക്കീം പഴയന്നൂരിനോടൊപ്പം ഫിറോസ് കുന്നംപറമ്പിലിനെ എതിർത്തവരും ഫിറോസ് കുന്നംപറമ്പിലിനെ വിമർശിച്ചവരും ഫിറോസ് കുന്നംപറമ്പിലിനെ നിങ്ങൾ ഒരുമിച്ച് ലൈവിട്ടവരുമൊക്കെ നിങ്ങൾ 2 വിഭാഗങ്ങളായിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ലൈവിൽ വരുന്നത് ഹക്കീം പഴയന്നൂർ ഒറ്റയ്ക്കാണ്. ഹക്കീം പഴയന്നൂർ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നീ പിന്മാറി. നിന്റെ കൂടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സൈബർ സഖാക്കന്മാർ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് അവരും പിന്മാറി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം നേരായ വഴിയിലൂടെ വിമർശിച്ചാലും ആ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റി മേഖലയിലായിരുന്നാലും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും പടക്കുതിര പോലെ 4 ഇരട്ടി ശക്തിയോടുകൂടി ചാടി ഹൈ ജമ്പ് ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, ഹക്കീമിന് കാണാൻ കഴിയുന്നത്. ഹക്കീമേ, നിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയാൻ കാരണം നീ ഇന്ന് തവനൂര് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കന്മാരും നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ പൈസയിൽ നിന്റെ വണ്ടിയിൽ കറങ്ങിയവരൊക്കെ ഇന്ന് നിന്നെ ഒറ്റുകൊടുത്തുകൊണ്ട് അവരവരുടേതായ മാർഗം തിരയി അവരുടെ വഴി തേടി മാറിയിരിക്കുകയാണ്. ഇനി ഫിറോസിനെ നിങ്ങൾ ഇനി എത്ര വിമർശിച്ചാലും, ഫിറോസിനെതിരെ നിങ്ങൾ എത്ര വാഹന പ്രചരണ ജാഥ നടത്തിയാലും, ഫിറോസിനെതിരെ നിങ്ങൾ എത്ര പോസ്റ്റർ ഒട്ടിച്ചാലും, ഫിറോസിനെതിരെ നിങ്ങൾ എത്ര സ്റ്റേജുകളിൽ പ്രസംഗിച്ചാലും അതെല്ലാം വൻ ഭൂരിപക്ഷത്തിലേക്ക് മാറും. 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ നിൽക്കുന്ന ഫിറോസ് നിങ്ങൾ എത്രത്തോളം വിമർശിക്കുമോ അത്രത്തോളം 10 മടങ്ങ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാരണം നിങ്ങൾക്കറിയാം, വിമർശിക്കും തോറും വളരുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ. പിളരും തോറും വളരുന്ന പാർട്ടി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എത്രത്തോളം വിമർശിക്കുമോ അത്രത്തോളം വിമർശിക്കും തോറും വളരുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ. ഇനി നീ സൈബർ സഖാക്കളുമായി എല്ലാം ഉടക്കിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിമർശനങ്ങൾ കൊണ്ട് ഫിറോസിനെ നേരിടാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളവർ എന്തു ചെയ്യും? ഫിറോസിൻ്റെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നിന്നെ കയ്യോ കാലോ വെട്ടിയെടുക്കുകയോ കയ്യോ കാലോ അടിച്ചൊടിക്കുകയോ നിന്നെ പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി തവനൂര് വെച്ച് കൊല്ലുകയോ ചെയ്യും. എന്നിട്ട് അതിൻ്റെ പാപഭാരം പാവപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൻ്റെയും ഫിറോസിനോടൊപ്പം നിൽക്കുന്ന പാവപ്പെട്ട പ്രവർത്തകൻ്റെയും തലയിലേക്ക് ഏൽപ്പിക്കും. അപ്പോൾ ശത്രുവിനെ കൂടെ ചാരിറ്റി ചെയ്ത, കൂടെ കുറെ കാലം മിത്രമായി നടന്ന ഹക്കീം പഴയന്നൂരിൻ്റെ കയ്യും കാലും വെട്ടിയെടുത്തവൻ ഫിറോസ് കുന്നംപറമ്പിൽ, ഹക്കീം പഴയന്നൂരിൻ്റെ കയ്യും കാലും അടിച്ചൊടിച്ചവൻ ഫിറോസ് കുന്നംപറമ്പിൽ. ഒരുപക്ഷെ നീ മരിക്കുകയാണെങ്കിൽ, നിന്നെ കൊല്ലുകയാണെങ്കിൽ നിന്നെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വവും ഫിറോസിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഫിറോസിനെ ആ രീതിയിലേക്ക് പരാജയപ്പെടുത്തി ആ രീതിയിലേക്ക് ഫിറോസിനെ താഴ്ത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് പാർട്ടി കോൺഗ്രസ് അല്ല, ഇത് പാർട്ടി മുസ്ലിം ലീഗ് അല്ല, ഇത് പാർട്ടി CPM എന്നാണ്. നിനക്കറിയാം, മുമ്പ് മണിയാശാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം ഞങ്ങൾ പലരെയും വെട്ടിക്കൊന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം ഞങ്ങൾ പലരെയും കുത്തിക്കൊന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം ഞങ്ങൾ പലരെയും വകവരുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം ഞങ്ങൾ പലരെയും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ സൈബർ സഖാക്കളുമായിട്ടാണ് നീ പോരാടി പരസ്യമായി നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. നിന്റെ മുഖത്ത് നിന്നെ കാണുന്ന ലൈവുകളിലൊക്കെ ഇപ്പം കാണാം, നീ ഒറ്റപ്പെട്ടിരിക്കുന്നു, നീ ഒരു ചെറിയ ഭയപ്പാടിലാണ്. കാരണം നിനക്ക് തന്നെ ഭയമുണ്ട്. നിന്നെ സൈബർ സഖാക്കൾ നിന്റെ കൂടൊപ്പം സഹകരിച്ച് നിന്റെ പൈസയ്ക്ക് ആഹാരം കഴിച്ച് നിന്റെ പൈസയ്ക്ക് മദ്യം കഴിച്ച് അവസാനം നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയ അവർക്ക് നിന്നെ വകവരുത്താനുള്ള ശ്രമമുണ്ട്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് പോലീസുകാർ കാണുന്നുണ്ടാവും, ഇൻ്റലിജൻസുകാർ കാണുന്നുണ്ടാവും, തവനൂരുകാർ കാണുന്നുണ്ടാകും. ആര് കണ്ടാലും എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. മുമ്പ് ഞാൻ പറഞ്ഞു, പേട്ടയിലെ സ്വാമിയുടെ ലിംഗം മുറിച്ചത് ആ പെൺകുട്ടി അല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. പോലീസുകാർ പോലും തറപ്പിച്ച ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല. 1 മാസങ്ങൾക്ക് ശേഷം അത് സത്യമായി വന്നു. ഞാൻ പറഞ്ഞതാണ് ശരി. കേരളത്തിൻ്റെ നിയമസഭ കത്തിക്കാൻ പ്ലാനുണ്ട്, കത്തുമെന്ന് ഞാൻ പറഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ നിയമസഭ കത്തി. അതിന് ഹൈക്കോടതിയിൽ ഞാൻ കേസും കൊടുത്തിട്ടുണ്ട്.
അതുപോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ വണ്ടിയിൽ ഒരു MLA ബോർഡ് വയ്ക്കും, ഫിറോസ് കുന്നംപറമ്പിൽ MLA ആകും. 2 വർഷങ്ങൾക്ക് ശേഷം അത് സാധ്യമായിരിക്കുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും. ആദ്യം എന്നോട് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് ചോദിക്കും, നവാസ് നിനക്ക് വട്ടാണോ, നിനക്ക് പ്രാന്താണോ, ഫിറോസ് MLA ആകുമോ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കത്തുമോ, അല്ലെങ്കിൽ ഈ സ്വാമിക്ക് വേണ്ടി നീ എന്തിനെ പിന്താങ്ങുന്നു? പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും 1 മാസം 2 മാസം കഴിയുമ്പോൾ കൃത്യമായും വരും. കണ്ണൂര് ഒരു കുടുംബത്തിലെ 4 പേരെ കൊന്ന, എലിവിഷം കൊടുത്തു കൊന്ന സൗമ്യ ജയിലിലായപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു സൗമ്യയെ ജയിലിനകത്ത് കെട്ടിത്തൂക്കാൻ സാധ്യതയുണ്ട് എന്ന്. 6 മാസത്തിന് ശേഷം സൗമ്യ കയറാൻ പറ്റാത്ത, ആണുങ്ങൾക്ക് പോലും കയറാൻ പറ്റാത്ത വലിയൊരു കാറ്റാടി കഴയുടെ മകളിൽ തൂങ്ങി നിൽക്കുന്നു. സത്യമായി വന്നു. ഞാൻ പറയുന്നത് ആദ്യം നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. കഴിക്കുന്നത് കേൾക്കാനേ കാണാനേ ആളുണ്ടാവൂ, മധുരിക്കുന്ന സമയം ആരും അത് മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഹക്കീം ശ്രദ്ധിക്കുക. ഞാനും നീയുമായി വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം, നീയും ഹക്കീമും ഫിറോസുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകാം. അത് നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ്. LDFും LDFും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജലീൽ മത്സരിക്കുമ്പോൾ ഫിറോസ് സ്വതന്ത്രനായിട്ടല്ല, ഫിറോസ് കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും 140 പേരെ ജയിക്കൂ. 140 മണ്ഡലങ്ങളിലായിട്ട് 1000-ലധികം പേര് മത്സരിക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളെ ജയിക്കൂ. ചിലർ 500 വോട്ടിനായിരിക്കും, ചിലർ 10,000 വോട്ടിനായിരിക്കും, ചിലർ 15,000 വോട്ടിനായിരിക്കും. പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ തവനൂർ ഇറങ്ങിയ സമയം മുതൽ ഇടതുപക്ഷവും സഖാക്കന്മാരും സൈബർ സഖാക്കന്മാരും ഹാലടങ്ങിയിരിക്കുകയാണ്. അത് ഫേസ്ബുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം. ഏതൊരു പോസ്റ്റിനും സൈബർ സഖാക്കന്മാർ വന്ന് ചീത്തവിളിയും ബഹളവും, അവരുടെ മൂലക്കുരു പൈൽസ് പൊട്ടിയിരിക്കുകയാണ്. ഫിറോസ് കുന്നംപറമ്പിലിനോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണം. പക്ഷേ നിന്നെ വെച്ചുകൊണ്ട് മുതലാക്കുന്നവർ നിന്നെ വെച്ചുകൊണ്ട് തന്നെ ഫിറോസിലേക്ക് എത്തപ്പെടും. മനസ്സിലാക്കുക. ഇത് ഇൻ്റലിജൻസുകാർ കാണുമെങ്കിൽ, ഇത് പോലീസുകാർ കാണുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈബർ സഖാക്കന്മാർ കാണുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ കാണുമെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് പോലീസിലേക്ക് ഏൽപ്പിക്കുക. കൃത്യമായും ഹക്കീം പഴയന്നൂർ, നിന്റെ ജീവൻ അപകടത്തിലാണ്. നീ ശ്രദ്ധിക്കുക. കളിപ്പിക്കുന്നവർ കളി കാണാൻ കാണില്ല. നിന്നെ വിളിച്ചു വരുത്തി, തവനൂർ വിളിച്ചു വരുത്തിയവർ നിന്നോടൊപ്പം ഉണ്ടാകില്ല. ഇന്നലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലകളിൽ ആഹാരം വാങ്ങിച്ചു കൊടുത്തവർ നിന്നോടൊപ്പം ഉണ്ടാകില്ല. വളരെ അപകടത്തിലൊക്കെയാണ് നിന്റെ പോക്ക്. ഇങ്ങനെ നിന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് ഫിറോസിനെ പരാജയപ്പെടുത്താനാണ് നോക്കുന്നത്. അല്ലാതെ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും, എത്ര ഇനി സൈബർ സഖാക്കന്മാർ ചീത്ത വിളിച്ചാലും, നിങ്ങൾ എത്ര വിമർശിച്ചാലും, നിങ്ങൾ ഇനി ലോക കള്ളനാണ് എന്ന് ഫിറോസ് കള്ളനാണ് എന്ന് പറഞ്ഞാലും, ഫിറോസ് ഹോഴ്സ് പവറിൽ, ട്രിപ്പിൾ പവറിൽ, ഹോഴ്സ് പവറിൽ ഫിറോസ് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചാരിറ്റിയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും. നിങ്ങൾ മനസ്സിലാക്കുക, ഫിറോസ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തവനൂർ വന്നിട്ട് വെറും 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ ഇളക്കം, അവിടുത്തെ പ്രകമ്പനം 5 വർഷം മന്ത്രിയായിരുന്നവർക്കില്ല, 10 വർഷം MLA ആയിരുന്നവർക്കില്ല. ഫിറോസിനാണ് പ്രകമ്പനം, ഫിറോസിനാണ് ജനകീയ സപ്പോർട്ട്, ഫിറോസിനാണ് ഗ്രൗണ്ട് സപ്പോർട്ട്. അപ്പോൾ ഫിറോസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ നിന്നെ വകവരുത്തണം. അത് കൃത്യമായും സൈബർ സഖാക്കന്മാർ ചെയ്യും. നീ ഇനി ഈ വീഡിയോയുടെ പേരിൽ എനിക്കെതിരെ കേസ് കൊടുത്താലും, ഈ വീഡിയോയുടെ പേരിൽ എനിക്കെതിരെ എന്ത് ചെയ്താലും, നേരത്തെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചു 1 കോടിക്ക്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഈ പറയുന്നതിനെ നീ എഴുതി വെച്ചോ. ഇന്നല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ചെവിയിൽ ഇങ്ങനെ നെറ്റിയിൽ കൈവയ്ക്കും. ആ വട്ടനായ പായിച്ചിറ നവാസ് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞതാണല്ലോ, ഇത് തന്നെ സംഭവിച്ചല്ലോ എന്ന് പറയും. അങ്ങനെയാണ് സാഹചര്യങ്ങളും സമയവും സന്ദർഭവും നോക്കി പെരുമാറാനും ചെയ്യാനും കളിക്കാനും അറിയാവുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംഘടിത ശക്തിയായ, ഏറ്റവും വലിയ പാർട്ടിയായ CPM-നാണ്. മനസ്സിലായല്ലോ? ചിന്തിക്കണം, ചിന്തിച്ച് കണ്ട് പെരുമാറണം, ചിന്തിച്ച് പൊരുതുക, പോരാടുക, ജയിക്കുക.